പുതിയ ഡിസൈനാണ് മാഡം. ഇത് എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. എന്താടാ? ഒന്നുമില്ല അമ്മേ, വേറൊരു കാര്യം നോക്കാന്. നിങ്ങൾ നോക്കിയോ, ഇവിടെ വേറെ സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ. ഒന്ന് വാ. സാർ മറ്റെന്തെങ്കിലും എടുക്കാനാണോ? അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. എന്റെ ഈശ്വര, ഞാൻ ഇതൊക്കെ എപ്പോ എടുത്ത് തീർക്കുമെന്നോ. എല്ലാ സുജാതേനെ കൊണ്ട് വാങ്ങിപ്പിക്കണം. ഒരു 5-6 കൂടി എടുക്കണ്ടായിരുന്നു. ആ ചെക്കനെയും കൂടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ അവനും കൂടി എടുക്കായിരുന്നു. മോനെ, ആ മഞ്ഞ അയ്യോ, ആ മഞ്ഞയും കൂടെ ഒന്ന് എടുത്തു പോയി. അയ്യോ സാറേ, എന്റെ ഡ്യൂട്ടി ഈ ഫ്ലോറിലേ. അതിന് ഡ്യൂട്ടി എടുപ്പിക്കാനല്ലടാ. എന്തോ നിങ്ങൾ കാണിക്കുന്നത്? മിണ്ടിപ്പോവരുത്. നിനക്കെന്റെ പെണ്ണിന്റെ കയ്യെ കയറി പിടിക്കണല്ലടാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്താ പ്രദീപ്, എന്ത് പറ്റി? ഇയാളുടെ ഫാമിലി അവിടെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അവരോട് ഞാൻ മോശമായിട്ട് പെരുമാറിയെന്നാ പറയുന്നത്. ഇയാൾക്ക് വട്ടാടാ. സ്റ്റാഫിനെ തൊട്ടുണ്ടെങ്കിൽ കളി മാറേ. എന്താ പ്രോബ്ലം? സാറേ, ഇയാൾ എന്നെ വെറുതെ അടിച്ചു സാറേ. വെറുതെ ആണോ? വെറുതെ ഒന്നുമല്ല. സ്ഥാപനത്തിൽ പെണ്ണുങ്ങൾ വന്നാലേ മാന്യമായിട്ട് സംസാരിക്കാൻ പറയണം. സാറേ, ഇയാളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല കേട്ടോ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എല്ലാ ഫ്ലോറിലും കസ്റ്റമേഴ്സ് ഉള്ള സമയോ? ഈ നേരത്തെ ഇവിടെ ബഹളം വയ്ക്കാൻ പറ്റില്ല. പ്രദീപ് അങ്ങോട്ടേ സാറേ, നമുക്ക് സംസാരിക്കാം. ഇപ്പൊ അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേ. സാറേ, സാറിന് ചിലപ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതായിരിക്കും. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലടോ. മോനെ, നിന്റെ കൂടെ വന്ന ആളെവിടെ? അയാൾക്ക് താഴെ എന്തോ ഡ്യൂട്ടി. നിങ്ങൾ നോക്കിയോ. അമ്മേ, ഞാൻ അച്ഛനെ കൂട്ടി മെൻസ് സെക്ഷനിൽ പോയിട്ട് അച്ഛന് വേണ്ട ഡ്രസ്സൊക്കെ എടുക്കട്ടെ. മോൾക്ക് വേണ്ടതൊക്കെ ചൂസ് ചെയ്തിട്ട് നമുക്ക് പോയാ പോരെ? മതി. എന്ത് വേണം മാഡം? ഒരു ഷൂട്ടിംഗ് പർപ്പസിന് കളർഫുൾ ആയിട്ടുള്ള മോഡേൺ ഡ്രസ്സ് വേണം. വരും മാഡം. ഹരി, നീ വേണുവിനെ വിളിച്ചൊന്ന് പറ, അല്ലാതെ അവരിങ്ങോട്ട് വന്നിട്ട് എന്തിനാ? അതിപ്പോ എങ്ങനെ പറയുമെന്നാ? അവരാണെന്ന് തോന്നുന്നു. വാടാ അമ്മ, വരണം. വാ.
എന്തു പറ്റി? രാമകൃഷ്ണന്റെ മുഖത്തൊരു ക്ഷീണം പോലെ. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ പ്രായമായവർക്ക് ക്ഷീണവും തളർച്ചയും തോന്നാൻ പ്രത്യേകിച്ച് കാര്യം വല്ലതും വേണോ? ആ പറഞ്ഞത് ശരിയാ. ചില ദിവസങ്ങളിൽ രാവിലെ കിടക്കപ്പായി എഴുന്നേറ്റ ആകെ ഒരു സംഭ്രമോ. തലയ്ക്കൊക്കെ ഒരു തരിപ്പും കൈക്കും കാലിനും ഒരു പെരുപ്പും. ഡോക്ടറെ അടുത്ത് പോകാൻ വിളിച്ചാ വരില്ല, പിന്നെന്താ ചെയ്യാ? നല്ല ആളാ രാമകൃഷ്ണനായി പറയുന്നത്. കൈയും കാലിനും ഒക്കെ കുഴമ്പിട്ട് നേരെയാക്കി കൊടുക്കുന്നതേ ഈ ഞാനാ. വീണമോൾ എവിടെ? അവളിവിടെ തൊട്ടടുത്തൊരു കൂട്ടുകാരിയുടെ വീട് വരെ പോയതാ. ഇപ്പൊ വരും. ശരി. ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു രാമകൃഷ്ണ. കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇത്ര വൈകിച്ചെന്ന്. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വീട്ടിൽ നിന്നാവുമ്പോ അത് നല്ലതല്ലേ? 2-3 വട്ടം മോളെ ഞാൻ കണ്ടിട്ടുണ്ട്. അധികം ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരു ദിവസം ഹരിയുടെ കാര്യം എന്തോ ചോദിച്ചു. അല്ല, അതെ, നമുക്ക് കുടിക്കാൻ ഒരു കാര്യം ചെയ്യാം. പെണ്ണ് കാണാൻ വന്നിട്ടേ ഇന്നേ വരെ ചെറുക്കന് കൊടുക്കാത്തൊരു പണി ഞാൻ കൊടുക്കാം. ചായ ഞാനും ഇവനും കൂടി ഇടാം. ആ, അത് നന്നായി. വാടാ. കുഞ്ഞിനാള് മുതലേ കൈകൾ ചേർത്ത് പിടിച്ച് ഒന്നിച്ച് നടന്നവരാ. ആ, ഇനിയിപ്പോ ഇവിടെ നിന്നൊരു ബന്ധം കൂടിയാവുമ്പോ ജീവിതകാലം മുഴുവൻ അവരാ നടപ്പ് നടന്നോളും. വീണ, വീണ, അന്ന് കോഫി ഹൗസിൽ വെച്ച് വീണ സംസാരിക്കാതിരുന്നപ്പോ സത്യം പറഞ്ഞ എനിക്ക് വിഷമായി. പക്ഷേ താൻ അതിലും വലിയ പ്രശ്നത്തിലായിരുന്നല്ലേ? യെസ്. എന്തായി? ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ? ഓ, അതവസാനിച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വഴക്കിടും. അതിപ്പോ എവിടെയാണെന്നൊന്നും നോക്കില്ല. എന്നാലും മോശമല്ലേ? ഒരിക്കൽ നിങ്ങൾ വഴക്കിടുന്നത് കണ്ടവര് അത് നിങ്ങൾ തിരുത്തിയോ എന്നൊന്നും അറിയില്ലല്ലോ. ആളുകൾ എന്ത് കരുതുന്നു നോക്കി ജീവിക്കാൻ പറ്റുമോ? അല്ല, താൻ ഫാമിലിയായിട്ടാണോ വന്നത്? എന്റെ വിവാഹമാണ്. ചെറുക്കന്റെ വീട്ടുകാരും ഉണ്ട് കൂടെ. അവരെ അത് എടോ, അയാളാണോ തന്നെ വിവാഹം കഴിക്കുന്നേ? അതെ. എടോ, അയാള് എന്താ വീണ് പറയാൻ വന്നേ? എന്തോന്നും മിണ്ടാത്തെ? മോൾക്കെന്നെ മനസ്സിലായോ? അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. സോറി മോളെ. സത്യം പറഞ്ഞ പിന്നീട് ഒരിക്കൽ കൂടി മോളെ കാണണമെന്നും ക്ഷമ പറയണമെന്നും ഒക്കെ തോന്നിയത്. എന്തു പറഞ്ഞിട്ടാ പിന്നെയും വരികയെന്ന് അറിയില്ലായിരുന്നു. നിത്യമോളെ, ഞങ്ങൾ തമ്മിലൊരു പഴയ കടമുണ്ട്. ജീവന് വേണ്ടി വീണെ പെണ്ണ് കണ്ടിട്ടുണ്ട് ഞങ്ങള്. എനിക്കറിയാം, ജ്യോതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുഖായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഇവരുടെ കല്യാണത്തിന് ഞാൻ വിളിക്കാം കേട്ടോ. ഇനിയിപ്പോ ഞാൻ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പരസ്പരം അറിയില്ലേ, അല്ലേ മോളെ? പറയാം. നിത്യ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. താഴെ നിന്ന് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പോട്ടെ. ഓക്കെ.
ഓരോരുത്തർക്ക് ഓരോ രീതികളാ. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ മോളോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാ ആ കുട്ടിയോടും ജീവൻ ചോദിച്ചത്. മോൾ അതിനൊക്കെ പക്വമായി മറുപടി പറഞ്ഞു. ആ കുട്ടി ദേഷ്യത്തോടെ. അതങ്ങനല്ലേ വരൂ. എനിക്ക് നിന്നെയാണല്ലോ കിട്ടേണ്ടത്. ശരി മോളെ, പോയി നോക്കിയിട്ട് വാ. ജീവ, അമ്മേ, ശരിക്കും ഞാൻ പേടിച്ചമ്മേ. ഏട്ടൻ പെണ്ണ് കാണാൻ പോയ രണ്ടുപേരും ഒന്നിച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നാന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ രസമായിരുന്നല്ലേ? ഡേയ്, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മേ, ഞാൻ അച്ഛനുള്ള ഡ്രസ്സ് എടുക്കട്ടെ? ഉം. അച്ഛാ, ഇങ്ങൊന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛൻ വെറുതെ ഒന്ന് ബോറടിക്കണ്ട. അവന് വല്ലാത്ത മാറ്റം ഉണ്ടല്ലേ? എന്റെ കരുതലാണ് എല്ലാവരെയും. എടാ ആര്യമോനെ, നീ അവളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. ഞാൻ അവളെ അമ്മാവ വിളിച്ചോണ്ടിരിക്കുന്ന. ഇത് ഫോൺ എടുത്താലല്ലേ? നാണം കെടുവല്ലോ ഈശ്വര. അല്ല, നമ്മളോട് പറിച്ചത് പോട്ടെ, അവരുടെ മുന്നിലൊന്ന് വന്ന് നിൽക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. അവര് മാന്യവും മര്യാദയുള്ള കുടുംബക്കാരാ. ഇതിപ്പോ എന്താ അവരോട് പറയുക? ഹരി, എന്താടാ? എടാ, പെട്ടെന്ന് എന്നെ വരാന്ന് പറഞ്ഞിട്ടാ വീണ പോയത്. ഇപ്പോഴാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇതിനാണോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നേ? അമ്മയും അച്ഛനും വന്നത് അമ്മാവനെ കാണാനാ, കാര്യങ്ങൾ സംസാരിക്കാനാ. അത് സംസാരിച്ചല്ലോ. അച്ഛനും അമ്മയും കാണാത്താണോ വീണേ? മോനെ, എന്നാലും അവർക്കെന്ത് തോന്നുമെന്നാണ് അമ്മാവൻ വിചാരിക്കുന്നത്? അതല്ല. ഒരു കുഴപ്പവും ഇല്ല. ഓ, അച്ഛൻ അത്യാവശ്യമായിട്ട് എവിടെ പോകാനുണ്ട്, രജിസ്ട്രേഷന്റെ കാര്യത്തിന്. എടാ, നമ്മുടെ വടക്കേടത്തുകാരുടെ മുന്നിൽ കിടക്കുന്ന പറമ്പില്ലേ, അത് മുമ്പ് കച്ചവടമായി, കാശൊക്കെ വാങ്ങിച്ചതാ. രജിസ്ട്രേഷൻ ഇന്നാ നടത്തുന്നേ. അതാ അച്ഛൻ തിരക്ക് പിടിക്കുന്നേ. എന്നാ പിന്നെ അമ്മാവ നമുക്ക് ഇവരങ്ങ് യാത്രയാക്കിയാലോ? പിന്നെന്താ, വാ മോനെ. തിരക്കുണ്ടെന്ന് വേണു പറഞ്ഞു. അതെ, ഇന്നിത്തിരി തിരക്കുണ്ട്. സാരമില്ല, വിശദമായി ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമല്ലോ, അല്ലേ ഹരി? അതെ. അപ്പോ ഇനി നമ്മൾ പരിചയക്കാര് മാത്രമല്ല, ബന്ധുക്കളും കൂടി ആവാൻ പോവാ. വരട്ടെ അവള്. ശല്യമായല്ലേ മാഡം? വീണ, ഇതൊന്ന് സൈൻ ചെയ്തേക്ക്.
ലൈഫിൽ വല്ലാത്തൊരു മാറ്റം വരാൻ പോകുന്നേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ. എല്ലാം എടുത്തു വെച്ചോ മോളെ? ഉവ്വ്. ആ റെഡിയായോ? ആ സാറ മോളെ, ഞങ്ങൾ ഇറങ്ങായി. ശരി അങ്കിളെ. രണ്ടുപേരും വളരെ പെട്ടെന്ന് അടുത്ത ബന്ധുക്കളെ പോലെ ആയി എനിക്ക്. അത് മോളുടെ നല്ല മനസ്സ്. ആ മോളെ, ഞാൻ അവിടെ ചെന്ന് സുജാതയോടും രഘുവിനോട് പറഞ്ഞിട്ട് വരാം കേട്ടോ മോളെ. എന്നാ ഇറങ്ങട്ടെ. നിത്യ, തന്നോട് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത്? ഒരുപക്ഷെ ഇത് പറയാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. എന്താ സാറാ പറയുന്നത്? കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. നിത്യ എന്നോട് സത്യം പറയണം. ജീവനെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ നിത്യ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത്? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിത്യയെ പോലൊരു പെൺകുട്ടി അച്ഛനെടുക്കുന്ന ഒരു തീരുമാനത്തിനെയും എതിർക്കില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കേണ്ട ആളാ. ജീവന്റെ പെരുമാറ്റത്തിൽ എപ്പോഴെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് നിത്യക്ക് തോന്നിയിട്ടുണ്ടോ? എല്ലാത്തിനെയും കത്തിച്ചില്ലാതാക്കാൻ ശേഷിയുള്ള തീ, എല്ലാവരെയും പൊള്ളിക്കുന്ന തീ. പിടിക്കാൻ പെൺകുട്ടികളുണ്ടെങ്കിലേ വീഴുന്നത് ആൺകുട്ടികൾക്കൊരു ഹരവാ. അത് അങ്ങനെ ചോദിച്ചാ തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോ കൂടുതൽ അടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടൊന്നുമല്ല. ജീവനൊരു പ്രശ്നമുണ്ട്. ഇത്രയും നാളും അതിന്റെ കാരണം എനിക്കറിയില്ലായിരുന്നു. ഇപ്പോ എനിക്കതറിയാം. ജീവന്റെ അമ്മാവൻ പവിത്രൻ ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായി. പവിത്രൻ ആ പെൺകുട്ടിയെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്ത് ജീവനെ പോലെ സ്നേഹിച്ചു. ഒരു നാൾ ജീവന്റെ അമ്മാവന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് അവൾ പോയി. ആ ദുഃഖം താങ്ങാനാവാതെ അയാൾ ആത്മഹത്യ ചെയ്തു. താൻ കാണുന്ന ഓരോ പെണ്ണിലും ജീവൻ കാണുന്നത് അമ്മാവനെ ചതിച്ച പെണ്ണിനെ തന്നെയാ. നന്നായി ഒന്ന് ഒരുങ്ങുന്ന പെണ്ണിനെ പോലും ജീവന് ഇഷ്ടമല്ല. കൂടുതൽ ഒരുങ്ങുന്ന പെണ്ണാണെങ്കിൽ അവൻ കൂടുതൽ ദ്രോഹിക്കുകയും ചെയ്യും. സ്വന്തം അമ്മയല്ലാതെ വേറൊരു സ്ത്രീയോടും ജീവന് സ്നേഹമില്ല. അങ്ങനെ പെരുമാറുകയില്ല. ഇപ്പൊ ഏത് രീതിയിലാണ് ജീവൻ പെരുമാറുക എന്ന് നിശ്ചയമില്ല. പക്ഷെ ജീവന്റെ സ്വഭാവത്തിലെ ഈ ഡിസോർഡർ ഒന്നും ആ വീട്ടുകാർക്കറിയില്ല. അത് ഭംഗിയായി ജീവൻ മൂടി വെക്കുകയും ചെയ്യുന്നുണ്ട്. ജീവൻ അതിനുള്ള കഴിവുണ്ട്. ഇനിയും സമയം വൈകിട്ടൊന്നുമില്ല. നിത്യയ്ക്കും അച്ഛനും വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ജീവനെ വിവാഹം കഴിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നിത്യയ്ക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അതുറപ്പാ. സാറാ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ തന്നെ പോലെ ഒരു പാവം പെൺകുട്ടി അവന്റെ ക്രൂരതയിൽ പെട്ടുപോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനിയെല്ലാം നിത്യയുടെ ഇഷ്ടം.